ഇത് വാഴത്തട. ഏത്തവാഴ തട നമ്മള് എടുത്ത് അരിഞ്ഞ് അതിന്റെ നൂലെല്ലാം കളഞ്ഞ് ഇത്തിരി അരിഞ്ഞെടുക്കണം. ഇത്തിരി ജോലിയുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിട്ട് അതിനകത്ത് നൂല് പോലെ ഉണ്ട്. അതെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞെല്ലാം വൃത്തിയാക്കി കൊത്തി തോരനൊക്കെ കൊത്തുന്ന പോലെ കൊത്തി എടുത്ത് തോരൻ ഉണ്ടാക്കും. നൂല് എല്ലാം എടുത്ത് കളയണം, ഇല്ലെങ്കിൽ നമുക്ക് കൊത്തി എടുക്കാൻ പാടായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ്, വാഴത്തട തോരൻ. ചുറ്റി ചുറ്റി എടുക്കണം. ഇത് ശരിക്കും നാരുണ്ട്. അപ്പൊ അത് ആ നാരെല്ലാം വൃത്തിയാക്കി അതുപോലെ ചുറ്റി വൃത്തിയാക്കി എടുത്താല് തോരൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ കൂടെ വേണമെങ്കിൽ ഈ ചെറുപയറൊക്കെ ഇട്ട് അത് പ്രത്യേകം അവിച്ച് വെക്കണം. ഇതിന്റെ കൂടെ അവിച്ച് വെച്ചിട്ട് എടുക്കുന്നതിന്റെ കൂടെ അതും കൂടി ചേർത്ത് തോരനാക്കി. ചെറുപയറല്ലെങ്കിൽ പെരുംപയർ. പെരുംപയർ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പൊ ഇന്ന് ഇതാണ് നാടൻ, ഇത് ഏത്തൻ വാഴ നാടൻ മറ്റേ വാഴത്തട. അങ്ങനെ അല്ലല്ലോ, വാഴത്തട ഏത്തവാഴ ഏത്തൻ്റെ. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് പുച്ഛം പോലെ തോന്നും. പക്ഷെ ഇത് ഈ സാധനം വാങ്ങിച്ചപ്പോൾ നല്ല റേറ്റായി. ഈ വാഴത്തടയ്ക്കും അതേപോലെ തന്നെ ഇതെല്ലാം വാങ്ങിച്ചപ്പോൾ നല്ല പൈസയായി. ഒരു നാടൻ പച്ചക്കറി കട എന്നാണ് നമ്മൾ വാങ്ങിച്ചത്. അത് പാറോട്ടണത്തുള്ള ഒരു കട. പാലിന്റെ അവിടെ നമ്മൾ മുട്ടടയിലിട്ട് വരുന്ന വഴിക്ക് ഒരു കടയുണ്ട്. ഒരു പരുത്തിപ്പാറ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഒരു 100 മീറ്ററിന്റെ അകത്ത് വലത്തെ സൈഡിൽ മുട്ടടയ്ക്ക് വരുമ്പോൾ വലത്തെ സൈഡിലായിട്ട് ആ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. അവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്, പച്ചക്കറി. കാണാം. പക്ഷെ അത് എല്ലാത്തിനും റേറ്റ് കൂടുതലാണ് അവിടെ. പക്ഷെ എല്ലാം നാടൻ പച്ചക്കറി ഇതൊക്കെ തന്നെയാണ് സംഭവം. എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കൂടുതൽ. അത് മാത്രമേ ഉള്ളൂ വിഷയം. ഇങ്ങനെ ഒത്ത് ചേർത്തെടുത്ത് ഇതിൻ്റെ നൂലെല്ലാം കണ്ട് ഇത്രയും ഭാഗം ഉണ്ടായിരുന്നു. എല്ലാം ചുറ്റി ചുറ്റി ഇത്രയും എടുത്ത് കളഞ്ഞ് ഇനി ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് കൊത്തി ഇതിൽ വെള്ളത്തിൽ അരിഞ്ഞിടും. അപ്പോൾ ഈ കറയെല്ലാം പോവും. ഉണ്ടോ? ചെറിയ രീതിയിൽ അരിഞ്ഞിടണം. ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് ഇതിനെ കഴുകി വാരി വെള്ളം തോർത്തി എടുക്കണം. എന്നിട്ടാണ് തോരൻ വയ്ക്കുക. വാഴയ്ക്ക് നാടൻ വെളിച്ചെണ്ണയിൽ പൊരിച്ചതാരും കണ്ടിട്ടില്ല. എല്ലാരും കയറി കാണുക ചിപ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ആരും കയറി കണ്ടിട്ടില്ല. അതിനകത്ത് കുറച്ച് പേരൊക്കെ കയറി നോക്കിയിട്ടുണ്ട്. അപ്പം നമ്മള് ഇങ്ങനെ ചെറുതായിട്ട് എടുക്കുക. അപ്പൊ നമ്മുടെ വീഡിയോകള് കാണാത്തവര് ആ വീഡിയോകളിലും കൂടി കയറി നോക്കുക അല്ലേ? ചെറുതായിട്ട് അരിയണം. അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് അതിന്റെ കറ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വാരി എടുത്ത് തോരൻ വയ്ക്കണം. നമ്മളിതുപോലെ ചെറിയ പീസുകളായിട്ട് കഴുകി വെള്ളം തോരാൻ വേണ്ടി ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെള്ളം തോരുമ്പോഴത്തേക്ക് നമുക്ക് ചെറുപയറെടുത്ത് വേവിക്കാൻ വയ്ക്കാം. നമ്മളിനി ഇത്ര ചെറുപയറെടുത്തിട്ടുണ്ട്. ഇതിനെ കഴുകി നമുക്കിനി കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം. നമ്മളിപ്പോൾ തോരത്തിന് അരയ്ക്കാൻ തേങ്ങ, മഞ്ഞൾപ്പൊടി,
മുളക് പൊടി, ഇനി കുറച്ച് ജീരകം, പിന്നെ ശകലം വെളുത്തുള്ളി, ഇത്രയും കൂടി നമ്മൾ തോരത്തിന് ചതച്ചെടുക്കും. നമുക്കിത് ചട്ടി ചൂടായിട്ടുണ്ട്, ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കണ വാഴത്തടേനെ ഇതിലിട്ട് കൊടുക്കണം. നല്ലതുപോലെ വെള്ളമൊക്കെ നല്ല തോന്നി ഇട്ടിട്ടുണ്ട്. ഇത് നല്ലതുപോലെ എണ്ണക്കകത്ത് ഇട്ടൊന്ന് വേവിച്ചെടുക്കും. അടച്ചു വയ്ക്കും. അപ്പോഴത്തേക്ക് ഇത് വെച്ച് ഞാൻ എണ്ണയ്ക്കകത്തൊക്കെ കിടന്നൊന്ന് വേവട്ടെ. ഇത് അടച്ചു വയ്ക്കാം 1 മിനിറ്റ്. ഇത് അരപ്പെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചിട്ടുണ്ട്. നമുക്കിനി അടപ്പ് തുറന്ന് നോക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ ഇതിൽ നിന്ന് വേവട്ടെ. ശകലം ഉപ്പും കൂടി കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. ഇത് ഒരുവിധം വെന്തിട്ടുണ്ട്. നമുക്കിനി ശകലം ഉപ്പിട്ട് കൊടുക്കാം. വാഴത്തട നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതിലിനി വേവിച്ച് വെച്ചിങ്ങനെ പയർ ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിങ്ങനെ പയർ ഇതിൽ ചേർത്ത് കൊടുക്കാം. നേരത്തെ ഇതിൽ ഉപ്പിട്ടുള്ളത് കൊണ്ട് ഈ അരപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പിൻ്റെ നമുക്ക് നോക്കിയിട്ടിടാം. പയറും ഇതും കൂടെ നമുക്ക് ഒരു മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇതായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ അരപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ശകലം എടുത്ത് കഴിച്ച് നോക്കാം. ഇപ്പം ഇല്ല കറക്റ്റാണ്. നമുക്കിനി ഇതിന് അരപ്പൊക്കെ നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ചൂട് കഞ്ഞിയും വാഴയ്ക്ക തട തോരൻ, പിന്നെ ഇതിൻ്റെ കൂടെ എന്തിനാണ് ചെറുപയർ ചേർത്തിട്ടുണ്ടല്ലേ? ചെറുപയറും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് വലിയ പയറാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. ഇത് ചെറുപയറാണ്. പെരുമ്പയറൊക്കെ ഇട്ടാൽ കുറേ കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കഴിച്ചു നോക്കാം. കൊള്ളാം. കഞ്ഞിയുടെ കൂടെ ആയാലും
ചോറിൻ്റെ കൂടെ ആയാലും തിന്നാൻ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇന്ന് നല്ല മഴയായതുകൊണ്ട് ഈ കല്ലിൻ്റെ അസുഖം, ഈ ചിലവർക്ക് കല്ലിൻ്റെയൊക്കെ അസുഖം ഉള്ളവർക്കൊക്കെ ഇത് വാഴത്തോരൻ സൂപ്പറാണ്. അപ്പോൾ അതിൻ്റെ തടയായാലും അതിൻ്റെ നീര് ചുമ്മാ അല്ലാതെ കുടിക്കുകയാണെങ്കിലും ഈ കല്ലിൻ്റെ അസുഖത്തിനൊക്കെ കൊള്ളാം. വാഴ കൂമ്പ് തോരൻ സൂപ്പറാണ്. കല്ലിൻ്റെ അസുഖമുള്ളവർക്ക് പോകാൻ നല്ലതാണ്. എല്ലാവരും ഈ വീഡിയോ നമ്മൾ ഈ തോരനൊക്കെ കണ്ടിട്ട് നമുക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കണ്ടാൽ നിങ്ങൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി നമുക്ക് നാളെ വീണ്ടും കാണാം.